നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിവെക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്ക്, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ, ഇടപാടുകൾ, ഇടപഴകലുകൾ, ചർച്ചകൾ, തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവരെ, നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ, മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന
ഫലങ്ങൾ, അതായത് മക്കളില്ലാത്തവർ, മക്കൾ രോഗികളായി കിടക്കുന്നവർ, അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദൈവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാശക്തിയെ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ നാമം ശുഭകരമാകട്ടെ. കർത്താവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങേ സ്വന്തം മക്കൾക്ക് കഴിയണമേ. നിത്യം പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരനെ നയിക്കുവാമേ. ബൈബിളിൻ്റെ അധ്യായം എന്ന് പറയുന്നത് റോമ 8:14 എന്താണ്? ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ഓരോ സാഹചര്യത്തിലും എന്ത് ആത്മാവിനാണ് നയിക്കപ്പെടുന്നത്? കർത്താവ് ചോദിക്കണില്ലേ, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? 9:54 ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങളെ നയിക്കണതെന്ന് ലൂക്കാ 9:54 ശരിക്കും റോമ 8:14 ലിങ്ക് ചെയ്യേണ്ടത്. റോമ 8:14 എന്താ പറയണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ പുത്രന്മാരായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൂക്കാ 9:54 നിങ്ങൾ നയിക്കപ്പെടേണ്ടത് ഏത് ആത്മാവിലായിരുന്നു? ദൈവാത്മാവിലാണ്. പക്ഷേ ഇവരിപ്പോൾ പറയുന്നത് എന്താണ്? തമിഴ് സമരക്കാരുടെ തലയിൽ തീയും ഗന്ധം ഇറങ്ങി വീഴാൻ പറയുന്നതാണ്. അവരെ നശിപ്പിക്കാൻ പറയുന്നതാണ്. നശിപ്പിക്കുന്ന ആത്മാവ് എന്താത്മാവാണ്? യോഹന്നാൻ 10:10 എടുത്ത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? കള്ളം വന്നു കഴിഞ്ഞു. അപ്പോസ്തലന്മാർ സമരക്കാരെ തീയും ഗന്ധം ഇറക്കി നശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോഴേ അവർ നയിക്കപ്പെട്ട ആത്മാവ് എന്താണ്? നശിപ്പിക്കുന്ന ആത്മാവാണ്. അത് സാത്താൻ്റെ ആത്മാവാണ്. അവരിങ്ങനെ ഈ വൈരാഗ്യത്തിലും വിദ്വേഷത്തിലും മത്സരത്തിലും വാശിയിലും ജീവിക്കുന്നവരെ അവർ ചിലപ്പോൾ നാളെ കാലങ്ങളിൽ അവർ ചിലപ്പോൾ പലതരത്തിലുള്ള ആധ്യാത്മിക അനുഷ്ഠാനങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനം ഉണ്ടെന്ന് പറയും. പക്ഷേ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ലെന്നാണ് പറയണത്. എന്താണ് ആധ്യാത്മികത എന്ന് പറയണത്? ആത്മാവിനാൽ നയിക്കപ്പെടുകയാണ്. അത് അപ്പോസ്തലന്മാർക്ക് ന്യായമായ കാര്യമാണ് അവർ ചോദിച്ചെങ്കിൽ അത് നിഷേധിക്കപ്പെടുമ്പോഴേ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് അത് കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് ആത്മാവ് നയിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ദൈവാത്മാവ് നയിക്കപ്പെടുന്ന കർത്താവ് എന്ത് ചെയ്ത് അത് ഇഷ്യൂ ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കാതെ എന്ത് ചെയ്ത് വേറെ മറ്റു ഗ്രാമങ്ങളിലേക്ക് പോയി. 9:56 അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയെന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവർ വിട്ടില്ല, അതിലവിടെ പോയി. അങ്ങനെയല്ല. ഈശോ ചോദിക്കണത് എന്താണ്? വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താത്മാവിനാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത്? എന്താത്മാവിനാൽ നയിക്കപ്പെടണം? പരിശുദ്ധാത്മാവ് നയിക്കപ്പെടണം. അപ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എന്തിൻ്റെതാണ്? സൺഡേയുടെ ആത്മാവല്ല. 1 Corinthians 14:32-33 പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. അപ്പോസ്തലന്മാരുടെ പ്രവാചകസ്ഥാനം പോണ കണ്ടില്ലേ? ഇവരുടെ പ്രവാചകരുടെ ആത്മാവ് പ്രവാചകർക്ക് വിധേയമാണ്. പക്ഷെ ഇവരെന്താണ് പറയണത്? ഞങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് ചോദിക്കണം. അപ്പം അവരുടെ ആ ആത്മാവ് അവർക്ക് വിധേയമല്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഈശോ ചോദിക്കണത്, ഈ വിധേയമല്ലാത്ത കാരണം വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? എന്താത്മാവ് നിങ്ങൾ നയിക്കുന്നതെന്ന് ചോദിക്കണില്ലേ? അപ്പോൾ എന്താ? ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല എന്ന് പറയുന്നില്ല. എന്തെന്നാൽ ദൈവം കോലാഹലത്തിന്റെ ദൈവമല്ല, സമാധാന ദൈവമാണ്. അതാണ് ദൈവം. അതുകൊണ്ടാണ് 9:56 എഴുതിയിരിക്കുന്നത്. സമരക്കാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. വായിച്ചേ 9:56. അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. അപ്പോൾ കോലാഹലമില്ല, സമാധാനത്തിൻ്റെ ആത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിലനിർത്താൻ വേണ്ടി ലോകാത്മാവിൻ്റെ മുമ്പിൽ നമ്മൾ ചില സമയത്ത് തോറ്റു കൊടുക്കും. എന്തിനാണ്? ദൈവത്തെ ജയിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കുറേ ദൈവരാജ്യത്തിന് വേണ്ടി തോറ്റു കൊടുക്കുന്ന കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മോശസിനോട് പറഞ്ഞ പോലെ ദൈവം നമ്മോടും പറയും, എനിക്ക് നിന്നെ അറിയാമെന്ന് പറയും. നമ്മുടെ ചരിത്രത്തിൽ നിന്നാണുള്ള അറിവാണത് ദൈവത്തിന്. നമ്മുടെ ചരിത്രം ദൈവം വായിക്കുവേ. മോശസിൻ്റെ ചരിത്രം ആരുടെങ്കിലും ചരിത്രം വായിച്ച് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശസിൻ്റെ ചരിത്രമാണ്.
ആ ചരിത്രം വായിച്ചിട്ട് അതിൻ്റെ സമ്മിറ്റ് എന്താ ദൈവം പറയണത്, എനിക്ക് നിന്നെ അറിയാമെന്ന്. അത്രയും പറഞ്ഞു കിട്ടിയാൽ മതി. പരിശുദ്ധ കൃപാസന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സോഫി. ഞാൻ വാഴക്കുളം കദലിക്കാട് വിമലമാത ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 11/7/2022 എൻ്റെ നിയോഗം എൻ്റെ മകനൊരു ജോലിയായിരുന്നു. അവൻ ബിടെക് കഴിഞ്ഞ് കാനഡയ്ക്ക് പോയി 2 വർഷത്തെ കോഴ്സ് എടുത്ത് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് 2 വർഷത്തെ കോഴ്സിന് കാനഡയിൽ പോയി പഠിച്ചു. അത് കഴിഞ്ഞ് അവന് 4 മാസത്തെ ഇൻറ്റേൺഷിപ്പ് വേണമായിരുന്നു. ഞാൻ ഒരു 2018-2019 സമയത്താണ് കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അന്ന് ഇതിനെപ്പറ്റി ഒരു ധാരണ എനിക്കില്ലായിരുന്നു. ജസ്റ്റ് കേട്ടു, ഞാനതങ്ങ് വിട്ടു. പിന്നെ സാധാരണ ആൾക്കാരെ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ മിക്കവാറും ദൈവത്തെ വിളിക്കുന്നത്. അയ്യോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണേ, അല്ലെങ്കിൽ അങ്ങനെ വേണമേ എന്ന്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ദുബായിലായിരുന്നു. എനിക്ക് എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ജോലി കിട്ടി. ഞാൻ ദുബായിക്ക് പോയി. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോവിഡ് തുടങ്ങിയ ടൈമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ സാക്ഷ്യം എഴുതുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഇമെയിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഡേറ്റ് കിടക്കുന്നത് സെപ്റ്റംബർ 17, 2020 അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ സമയം ആയപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം കാനഡയ്ക്ക് പോകാനുള്ള ഒരു ചിന്ത എൻ്റെ തലയിലേക്ക് വന്നു. അത് ഒരിക്കലും പ്ലാൻ ചെയ്തിട്ട് വന്ന കാര്യമൊന്നുമല്ല. അത് ഇതേപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ ചിലപ്പോൾ അല്ല, മാതാവ് ചിലപ്പോൾ അവൻ വഴി എന്നോട് എന്നോട് പറഞ്ഞു കാനഡയിലെ പാസ്പോർട്ട് ഭയങ്കര പവർഫുള്ളാണ്, അതെടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രോസസ്സ് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചാണ് തുടങ്ങിയത് ദുബായിൽ വെച്ചിട്ട്. നിർഭാഗ്യവശാൽ അവന് കിട്ടിയില്ല, അല്ലെങ്കിൽ അവനത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല സാമ്പത്തിക സാഹചര്യങ്ങൾ കാരണം. പക്ഷേ മാതാവ് ആ സമയത്തും എന്നെ കൈപിടിച്ച് നടത്തിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും. അതുതന്നെയാണ് എൻ്റെ സത്യവും. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അന്ന് നമ്മൾ കൃത്യം കോവിഡിൻ്റെ ടൈമാണ്, എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്തിരിക്കുന്ന ടൈമാണ്. ഞാൻ തിരിച്ച് 2021 ഫെബ്രുവരിയിൽ ഞാൻ നാട്ടിലെത്തുന്നു. അപ്പോഴും ഞാൻ ഉടമ്പടി തന്നെയാണ്. അത് കഴിഞ്ഞ് അപ്പോഴൊന്നും എൻ്റെ പ്രോസസ്സ് പരിപാടികളൊന്നും നടന്നിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. എവിടെയൊക്കെ ചെറിയ എന്താ പറയുന്നത് ഹേർഡിൽസ് ഉണ്ടായിരുന്നു. ഒരു മാസമൊക്കെ കഴിഞ്ഞ് അപ്പോഴും നമ്മൾ ഈ ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. മെയ് അത് കഴിഞ്ഞ് എൻ്റെ വിസ കാര്യങ്ങൾ വന്നു. കാര്യം ഡിലേ ആയിരുന്നു, ഒത്തിരി ലേറ്റ് ആയിരുന്നു. വിസ കാര്യങ്ങളൊക്കെ വന്നു. എന്നിട്ട് 2021 മെയ്യിൽ ക്ലാസ് തുടങ്ങി. ഓൺലൈനായിട്ട് ഒരു സെമസ്റ്റർ വീട്ടിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ 2021 സെപ്റ്റംബർ 1 കാനഡയ്ക്ക് പോകുന്നത്. കാനഡയ്ക്ക് ചെന്നു. എൻ്റെ കോഴ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി. പിന്നെ നേരത്തെ അമ്മ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഇതേപോലെ ഒരു സെപ്റ്റംബർ 2 2022 സെപ്റ്റംബർ 2 എൻ്റെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങുന്നത്. അതിനേക്കാളും വെറും ഒരാഴ്ച മുന്നെയാണ് എനിക്ക് ഇൻറ്റേൺഷിപ്പ് റെഡിയാവുന്നത്. ഞാൻ ആ സമയത്ത് വീണ്ടും എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു 5ാമത്തെ 6ാമത്തെ ഓൺലൈൻ ഉടമ്പടിയുടെ പുതുക്കലായിരുന്നു അത്. എനിക്കിവിടെ വന്ന് ചെയ്യാൻ പറ്റിയില്ല. ഒരു തവണ പോലും എനിക്ക് ഓൺലൈൻ എല്ലാ തവണയും എനിക്ക് ഓൺലൈനായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പം പുതുക്കി. ആ സമയത്ത് എനിക്ക് ഇൻറ്റേൺഷിപ്പ് ജോലി കിട്ടി. അപ്പം നമ്മൾ വിചാരിച്ചു ഭാഗ്യം, ജോലി കിട്ടി, എല്ലാം ഓക്കെ ആയെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹനമായിരുന്നു. കാരണം രാവിലെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് 1.5 മണിക്കൂറുണ്ട്. ഞാൻ ഏകദേശം 4 മണി 4:30 ആകുമ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് ബസ്സിന് കയറി പോവും. ഈ കൃപാസനം നമ്മുടെ രാവിലത്തെ പ്രതീക്ഷിതരണ പ്രാർത്ഥനയൊക്കെ 5:30 ആകുമ്പോൾ ബസ്സിലിരുന്ന് ചെല്ലും. ആ സമയത്ത് തന്നെ ബൈബിളും വായിക്കും. അതിൻ്റെ ഒപ്പം തന്നെ കൊന്തയും ചെല്ലും. ഈ കൊന്ത ചെല്ലണ പല സമയത്തും നിങ്ങൾ കാനഡയിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അറിയാം, പല ആൾക്കാർക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മളങ്ങനെ അവിടെ വലിയ വിശ്വാസം എന്ന് പറഞ്ഞ സാധനം വലിയൊരു സംഭവമല്ല അവിടെ. അപ്പോൾ ഞാനിങ്ങനെ കൊന്തയൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ ഇവൻ എന്തോ ഒരു സാധനം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഭയങ്കര പെർപ്ലക്സ്ഡായിട്ട് ഫേസിലേക്കൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്തെല്ലാം എൻ്റെ വിശ്വാസം മറ്റുള്ളവരെ പ്രഘോഷിക്കാനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ പോയി 4 മാസം എൻ്റെ പ്രാർത്ഥനയും അതോടൊപ്പം ഇൻറ്റേൺഷിപ്പ് ജോലി കാര്യങ്ങൾ ഒരു ആഴ്ച എന്നെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന അത്രയും ജോലിയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് തീരാറായ ടൈമായപ്പോൾ അവസാനത്തെ ഒരാഴ്ച ഞാൻ എൻ്റെ HR-നോട് ചോദിച്ചു, എനിക്കൊരു ജോലി ഇവിടെ തന്നെ സ്ഥിരമാക്കി തരാമോ എന്ന് ചോദിച്ചു.
ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ ചോദിച്ചു, എന്നാൽ പറ്റുന്ന രീതിയിലൊക്കെ വേറെയുള്ള കമ്പനികളിലൊക്കെ അപ്ലൈ ചെയ്തു, എങ്ങും ജോലി കിട്ടിയില്ല. ഡിസംബർ 22, 2022 ഒരു വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു, ഇവിടെ ഫുൾ ടൈമിന് ജോലി തരില്ല, ഞങ്ങൾ എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം മാതാവ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കുക. ഓക്കെ, ഇവന് ഇൻറ്റേൺഷിപ്പ് കൊടുത്തു, ഇനിയിപ്പോൾ അടുത്തത് ഇവന് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അതിന് മുന്നേ കുറച്ച് സഹനം വേണം എന്നുള്ള രീതിയിൽ പിന്നെയുള്ള 2 മാസം സഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയില്ല. 2 മാസം ഞാൻ വീട്ടിൽ ജോലിയില്ലാതിരുന്നു കാനഡയിൽ. നിങ്ങൾ പുറത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അറിയായിരിക്കും, ജോലിയില്ലെങ്കിൽ നമുക്ക് റെൻറ്റ്, ഫുഡ്, കാര്യങ്ങൾ, വീട്ടിൽ നിന്ന് പൈസ വയ്ക്കാൻ പറ്റില്ല. കാരണം എന്നാ, നമ്മൾ ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ വീട്ടിലെ ബാധ്യതയായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഒരു പൈസ പോലും ചോദിക്കാൻ പറ്റില്ല. ആ സമയത്ത് എനിക്ക് മാതാവ് പൈസയായിട്ടും അല്ലെങ്കിൽ അങ്ങനത്തെ സഹായമായിട്ടും ഒന്നും തന്നില്ല. പകരം എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളെ തന്നു. എന്നോട് അവർ പറഞ്ഞു, നീ എനിക്ക് റെൻറ്റ് തരണ്ട, 2 മാസം നീ 2 മാസമല്ല, നിനക്ക് എന്ന് ജോലി കിട്ടുന്നോ, നിനക്ക് എന്ന് ശമ്പളം വരുന്നോ, നിൻ്റെ കാര്യങ്ങളെല്ലാം, നിൻ്റെ ബാധ്യതകളെല്ലാം തീർന്നിട്ട് നീ എനിക്ക് ഞങ്ങൾക്ക് റെൻറ്റ് തന്നാൽ മതി, അല്ലെങ്കിൽ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസം റെൻറ്റും എൻ്റെ ഫുഡിൻ്റെയും പൈസ കൊടുത്തു സുഹൃത്തുക്കൾ. ആ സമയത്ത് മാതാവ് അവിടെ, മാതാവിൻ്റെ വലിയൊരു കരം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ സത്യവും. അത് കഴിഞ്ഞപ്പം 2 മാസം കഴിഞ്ഞ് എനിക്ക് ഫെബ്രുവരി 28, 2023 ജോലിക്ക് കയറുന്നു. അതും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ അലഞ്ഞിട്ടാണ് ജോലി കിട്ടുന്നത്. അങ്ങനെ ജോലി കിട്ടി, ജോലി കയറി, എനിക്കൊരു തൃപ്തി വരുന്നില്ല. ഞാൻ എത്ര നോക്കിയിട്ടും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ നമ്മൾ എൻജിനീയറിങ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ഫീൽഡ് ഭയങ്കര കോറായിട്ടുള്ള സബ്ജക്റ്റ് പഠിച്ച ആൾക്കാർക്ക് ചില കാര്യങ്ങൾ, ഞാൻ അതാണ് പഠിച്ചത്, എനിക്ക് ആ ജോലി തന്നെ വേണം എന്നുള്ളൊരു സാധനമുണ്ട്. അതേപോലത്തെ ഒരു പ്രശ്നം എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ എത്ര നോക്കിയിട്ടും ഞാൻ പഠിച്ച സാധനത്തിൽ എനിക്ക് ജോലി ചെയ്യാൻ ഒരു തൃപ്തി വരുന്നില്ല. അപ്പോൾ ജോലിക്ക് കയറി പിറ്റേ ആഴ്ച തൊട്ടിട്ട് ഞാൻ പുതിയ ജോലിക്ക് അപ്ലൈ ചെയ്തു തുടങ്ങി. ഞാൻ ഏകദേശം ഒരു 200-300 ജോലിക്ക് അപ്ലൈ ചെയ്ത് ഒരു 70-75 ഇൻ്റർവ്യൂകൾ ഞാൻ അറ്റൻഡ് ചെയ്തു. ഒരു രക്ഷയില്ല. ഒരു രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നമ്മുടെ ഭാഷ പറഞ്ഞ് എൻ്റെ സകല കിളിയും പോയി ഇരിക്കുവാണ്. ഒരു പരിപാടിയും നടക്കുന്നില്ല. ഒരു വരുമാനമുണ്ട്, പക്ഷേ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. ഓരോ ദിവസം എണീക്കുമ്പോൾ രാവിലെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു സാധനം എനിക്കില്ല. അപ്പോൾ അങ്ങനെ വന്ന് ഒരു 7-8 മാസമായി. അങ്ങനെ ഒക്ടോബർ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയിലൊരു നിയമമുണ്ട്. ആ കമ്പനി തന്നെയുള്ള ആ കമ്പനിയുടെ തന്നെ സൈഡ് അല്ലെങ്കിൽ സിസ്റ്റർ കമ്പനികളിലേക്ക് ആർക്കും ജോലി കിട്ടില്ല. ആ സമയത്ത് ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ ആ കമ്പനികളിലേക്ക് തന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. എനിക്കറിയാമായിരുന്നു എന്നെ എവിടെയെങ്കിലും വിളിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. 2023 ആ നവംബർ, ഒക്ടോബർ അവസാനമായപ്പോഴത്തേക്കും ഞാൻ അപ്ലൈ ചെയ്ത് എന്നെ 4-5-3 തവണ സെയിം പ്രൊജക്റ്റിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് 35 ആപ്ലിക്കേഷൻ ഇട്ട സെയിം കമ്പനിയിൽ നിന്ന് ഞാൻ ആപ്ലിക്കേഷൻ ഇടാതെ അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോഴും നമ്മുടെ പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ അറിയത്തില്ല, 2 വാക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയത്തില്ല. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിലുള്ള സംസാരത്തിൽ നമ്മൾ നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ എന്നാലും എനിക്കതിനുള്ള ഗട്ട്സ് ഇല്ലായിരുന്നു, അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്, ഒരു മെഡലുണ്ട്, മാതാവിൻ്റെ മെഡൽ, അത് ഇവിടുന്ന് ഞാൻ അങ്ങോട്ടേക്ക് അയപ്പിച്ച് അമ്മ എനിക്ക് അയച്ചു തന്നു. ഇപ്പോൾ ഏത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാനിത് കൈ പിടിക്കും, തൈലം എടുത്ത് നെറ്റിയിൽ പൂശിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ ഉപ്പും യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് അവിടെ കിട്ടിയായിരുന്നു. എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. എല്ലാ സാധനങ്ങളും അത് യൂസ് ചെയ്യേണ്ട രീതിയിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുകയോ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്ന ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച എങ്ങാണ്ടാണ് എനിക്ക് അവിടെ സമയം കിട്ടുമ്പോഴൊക്കെ അവിടെ ഒരു മലയാളം പള്ളിയുണ്ട്, വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിലെത്തി. ആ സമയം ആയപ്പോഴത്തേക്കും എന്നേക്കാളും 3 മണിക്കൂർ എഹെഡ് ആയിട്ടുള്ള ഒരു ടൈം സോണിൽ നിന്ന് അവിടെ നിന്ന് എന്നെ വിളിക്കുക. സാധാരണ അങ്ങനെ ഒരു സമയത്ത് ഒരു ഇൻ്റർവ്യൂവിനും ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വിളി വരേണ്ടതല്ല. അവരിങ്ങോട്ട് വിളിച്ചു. എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് താല്പര്യമുണ്ട്. കാരണം നേരത്തെ ഇൻറ്റേൺഷിപ്പ് കിട്ടി 4 മാസം ജോലി ചെയ്ത കമ്പനിയിലും ആ ഇൻറ്റേൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞ്
ഡിസംബർ 22 എൻ്റെ ജോലി പോയിട്ട് പിറ്റത്തെ ആഴ്ച ആ കമ്പനി തന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂ ചെയ്ത് അവർ അന്ന് റിജക്റ്റ് ചെയ്ത ആൾക്കാർ തന്നെയാണ് വീണ്ടും തിരിച്ച് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇങ്ങനൊരു ഓപ്പണിംഗ് ഉണ്ട്, വേണം, താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും താല്പര്യമുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു, കൃത്യം പിറ്റത്തെ ഇത് ബുധനാഴ്ചയാണ്, വെള്ളിയാഴ്ച ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ റെഡിയായി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എന്നോട് വെറും 8 മിനിറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ മാതാവിൻ്റെ മറ്റേ കുഞ്ഞു മെഡൽ എൻ്റെ കൊന്തയിലുണ്ട്, അതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പം അവർ നോക്കുമ്പോൾ നമ്മൾ നല്ല എളിമയായിട്ടിരിക്കുന്നു, നമ്മൾ ഭയങ്കര വിനയത്തോടെയൊക്കെ ഇരിക്കുന്നു. പക്ഷേ അത് മാതാവിന് നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞു, 8 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ആകെ ചോദിച്ചത് ശമ്പളം എത്ര വേണമെന്നാണ് ചോദിച്ചത്, വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പുതിയ സ്ഥലത്തേക്ക് ജോലി കിട്ടി. ഞാൻ അങ്ങോട്ടേക്കും മാറി. ആ സമയത്തൊന്നും ഞാൻ വിചാരിച്ചില്ല ഓക്കെ അടുത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് ആകെ അറിയാവുന്നത് മാതാവ് എന്നെ അവിടെ എത്തിച്ചു, പുതിയ സ്ഥലത്ത് എത്തിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇൻറ്റേൺഷിപ്പിന് കയറിയപ്പോൾ ഉള്ള 4 മാസത്തെ അതേ കഠിനമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ അവിടെ പോയിട്ട് 2023 നവംബർ 20 ജോയിൻ ചെയ്തതാണ് അവിടെ. അടുത്ത മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ നല്ലൊരു ജോലിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ PR-നുള്ള കാര്യങ്ങളാണ്. എനിക്ക് PR-നെ പറ്റിയിട്ട്, ഞാൻ പോയ പുതിയ സ്ഥലത്ത് PR-നെ പറ്റിയിട്ട് യാതൊരു ധാരണ എനിക്കില്ല. കാരണം എനിക്ക് അവിടെ എൻ്റെ സാഹചര്യം വെച്ചിട്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. ആ സമയത്തും എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്ക് നേരിട്ട് എത്തിക്കത്തില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളാണ്. മാതാവ് ആ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വഴി വെറുതെ എന്നെ വിളിക്കേണ്ട ഒരു കാര്യമില്ല. അവൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനൊരു സാധനമുണ്ട്, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാനത് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചു, എന്നാലും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പ്രോസസ്സ് വിചാരിക്കാത്ത രീതിയിൽ കഴിഞ്ഞു. ഈ സെപ്റ്റംബർ 1 ആകുമ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇവിടുന്ന് പോയിട്ട് 4 വർഷമാവുകയാണ്. ആരെയും കണ്ടിട്ടില്ല, 4 വർഷമാവുകയാണ്. അപ്പോൾ മാതാവ് എന്നെ ഇങ്ങനെ കാത്തു പരിപാലിച്ചുകൊണ്ട് ഇരിക്കുവാണെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ജോലിക്ക് കയറി നവംബർ 20 ജോലിക്ക് കയറി. നവംബർ 21 ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ ചെന്ന് ഞാൻ ആദ്യമേ ചെയ്തത് എൻ്റെ മോണിറ്റർ പൊക്കിയിട്ട് ആ മോണിറ്ററിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടു. പിന്നെ ഞാൻ കുരിശ് വരച്ചു. ഞാനപ്പം പ്രാർത്ഥിച്ചു, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ വിശ്വാസ പ്രമാണമൊക്കെ പ്രാർത്ഥിച്ച് ദൈവമേ എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ മുന്നിക്കട വന്ന് ജോയിൻ ചെയ്ത് പറഞ്ഞു വിട്ട ഒത്തിരി ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അതേ സെയിം കമ്പനി തന്നെ. അപ്പോൾ മാതാവ് എന്നെ അന്ന് തൊട്ടിട്ട് കാത്ത് പരിപാലിച്ചുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പ് 2 തവണ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ ഓഫീസിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് കയറുന്നത്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ദിവസം ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എനിക്ക് അപ്പം തന്നെ ഹെഡ്സപ്പ് തരും. എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട്, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് എനിക്ക് ഹെഡ്സപ്പ് തരും. അപ്പോൾ തന്നെ എനിക്ക് അറിയാം ഓക്കെ ഞാനത് ചെല്ലിയിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ ചെല്ലും, 2 തവണ ചെല്ലും, പിന്നെ ഓക്കെയാണ്. പിന്നെ അന്നത്തെ ദിവസം എനിക്ക് ഓക്കെയാണ്. കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്, ഇടത് കൈ ചെയ്തത് എന്തെന്നോ വലത് കൈ അറിയരുത്. പക്ഷേ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം കൂടുന്നത് അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ജോലിക്ക് പോണ ടൈമിൽ ഭയങ്കര പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ തിരിച്ച് വരുന്ന ടൈമിൽ ഞാൻ വരുന്ന വഴിക്കൊന്നും ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മേനെ കൊണ്ട് യൂട്യൂബ് ചാർജ് ചെയ്യിച്ചിട്ട് 1 വർഷത്തേക്ക് യൂട്യൂബ് പ്രീമിയം എടുത്തിടും. എന്നിട്ട് എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം ഡൗൺലോഡ് ചെയ്തിടും. അപ്പോൾ ഈ സമയത്തുള്ള ഗുണം എന്നാന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ ധ്യാനമുണ്ട്. പക്ഷേ ഞാനത് ചിലപ്പോൾ 1-2 ദിവസം കൊണ്ടായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ടൊക്കെ ആയിരിക്കും കേൾക്കുന്നത്. പക്ഷേ ആ ഒരു സാധനം കേൾക്കാൻ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എപ്പോഴും തന്നെ അത് കേൾക്കാൻ ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ സാക്ഷിയായാലും ഡൗൺലോഡ് ചെയ്തിട്ട് കേൾക്കും. വചനം വായിച്ചുകൊണ്ടിരുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ വെറും ഒരു പേരിന് 90 ദിവസത്തെ ഒരു ചടങ്ങായിട്ട് തീരുന്നേക്കാളും എനിക്കതൊരു ജീവിതചര്യയായിട്ട് തോന്നിയിട്ടുണ്ട്. പലതവണ അച്ഛനിവിടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വെറും ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു നമ്മുടെ പേരിന് നമ്മൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യണ ഒരു സാധനം അല്ലാതെ ഒരു ജീവിതചര്യയായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ചെയ്തതുപോലെ രാവിലെ ഞാൻ ചെയ്തത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 5:30 ഇത് ചെല്ലണം. 5:30 ചെല്ലണമെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ പുറകോട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബാക്ക്വേർഡിൽ, അപ്പോൾ 5 മണിക്ക് എണീക്കണം. 5 മണിക്ക് എണീറ്റാലേ എനിക്ക് 5:30 പ്രാർത്ഥന എല്ലാം പറ്റുള്ളൂ. അപ്പോൾ കാര്യങ്ങൾ അതുപോലെ പ്ലാൻ ചെയ്യാനായിട്ട്
ഈ ഒരു ഉടമ്പടി എടുക്കുന്നത് വഴി നമുക്ക് പറ്റും. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും സ്തോത്രമേശ്വ നന്ദി. എൻ്റെ പേര് എൽബി, ഇതെൻ്റെ ഹസ്ബൻഡ് മാത്യൂസ്, എൻ്റെ മാതാപിതാക്കൾ, ഞങ്ങളുടെ കുട്ടി. ഞാൻ കിഴക്കമ്പലം വിലങ്ങ് ഇടവകയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. UK-യിലാണ് ജോലി ചെയ്യുന്നത്. 2024 ജനുവരിയിലാണ് ഞങ്ങളിവിടെ വന്ന് ആദ്യമായി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. അതിന് മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. കല്യാണം കഴിഞ്ഞ് 8 വർഷമായി ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഈ 8 വർഷത്തിനിടയിൽ ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നു. UK-യിലും പോയിരുന്നു, നാട്ടിലും പോയിരുന്നു. ആദ്യത്തെ 2-3 വർഷങ്ങളിലായിട്ട് പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു. 2 തവണ അതിൻ്റെ സർജറി ചെയ്തു. അതിന് ശേഷം 2024 ജനുവരിയിൽ ഞങ്ങൾ നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇനി ഞാൻ നോർമലായിട്ട് പ്രഗ്നൻ്റ് ആവില്ല, ഞങ്ങൾക്ക് IVF തന്നെ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. എങ്കിൽ ഇനി അങ്ങനെ ചെയ്യാമെന്ന് കരുതി ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. IVF ചെയ്യുന്നതിന് മുൻപായിട്ട് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു നമുക്കിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഒരാഴ്ചയ്ക്ക് ശേഷം ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. ജോസഫ് അച്ഛൻ ഞങ്ങളെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ സൈത്ത് പൂശി എന്നിട്ട് ഒരു മാതാവിൻ്റെ കാശുരൂപം പ്രാർത്ഥിച്ച് കയ്യിൽ തന്നിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് തിരിച്ചു പോയിക്കോളുക, എന്നിട്ട് കുഞ്ഞുമായി വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത ലീവ് ക്യാൻസൽ ചെയ്തിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഫെബ്രുവരിയിൽ തിരിച്ചു പോയി. സെപ്റ്റംബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് കൺഫേം ചെയ്തു. മെയ് 6-ാം തീയതി ഞങ്ങൾക്കൊരു മോളുണ്ടായി. ഞങ്ങൾ അവളെ മിലാൻ മേരി മാത്യൂസ് എന്ന് പേരിട്ടു. മിലാൻ്റെ അർത്ഥം കൃപ എന്നാണ്. കൃപാസന മാതാവിൻ്റെ പേര് വരുന്ന രീതിയിൽ കൃപ മേരി എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. കൃപ എന്ന് വീട്ടിൽ വിളിക്കുന്നു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന് മാതാവിനും തിരുക്കുമാരനും ഞങ്ങളുടെ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ 8 വർഷമായി ഞങ്ങളിങ്ങനെ പല ട്രീറ്റ്മെൻറ്റ് എടുത്തു. അതിലുപരി എനിക്ക് 2 സർജറി കഴിഞ്ഞിരുന്നു യൂട്രസിൽ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും എൻ്റെ പ്രഗ്നൻസിയിൽ, ഡെലിവറിയിലെന്നൊക്കെ അവിടുന്ന് പറഞ്ഞായിരുന്നു. 6 മന്ത് ആകുമ്പോൾ എനിക്കൊരു പ്ലാസൻ്റയുടെ സ്പെഷ്യൽ സ്കാനിങ് വേണം. ചിലപ്പോൾ പ്ലാസൻ്റ എൻ്റെ ഡെലിവറിക്ക് ശേഷം നോർമലായിട്ട് പോരത്തില്ല. അപ്പോൾ അതൊരു കോംപ്ലിക്കേഷനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒക്കെ ഇതെല്ലാം തുടക്കത്തിലേ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പ്രഗ്നൻസിക്ക് മുമ്പ് മുതൽ തന്നെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും തൈലം പ്രാർത്ഥിച്ചു എൻ്റെ വയറ്റിൽ പുരട്ടാറുണ്ട്. എനിക്ക് എൻ്റെ ഈ ത്രൂ ഔട്ട് പ്രഗ്നൻസിയിൽ എനിക്ക് ഒരു കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല. ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു, പക്ഷേ അത് വളരെ കൺട്രോളബിൾ ആയിരുന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. 7.5 മാസവും ഞാൻ ഫുൾ ടൈം ജോലി ചെയ്തിരുന്നു. പിന്നെ എൻ്റെ മെറ്റേണിറ്റി ലീവായപ്പോൾ ഞാൻ ലീവ് എടുത്തു. മെയ് 25-നായിരുന്നു എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ എൻ്റെ അമ്മ മെയ് 6 എന്നുള്ളൊരു തീയതി അമ്മ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ മെയ് 6 എന്ന് പറയുമ്പോൾ 3 ആഴ്ച നേരത്തെയാണ്. അപ്പോൾ അമ്മ പറയുന്നത് 6 എന്നുള്ളത് ഇവിടുത്തെ മാതാവിൻ്റെ ഒരു നമ്പറാണ്, അത് അമ്മയ്ക്ക് മെയ് 6 അത് അങ്ങനെ തന്നെ ആവും എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ഉടമ്പടി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. മെയ് 6 ഉച്ച വരെ ആയിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം എന്തേ മെയ് 6 ആയിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ലല്ലോ, എനിക്കൊന്നും ഡെലിവറി ആയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മാതാവിന് നിസ്സാര സമയം മതി കാര്യങ്ങൾ നടത്താമെന്ന് പറഞ്ഞു. മെയ് 6 ഞങ്ങൾ ഫോൺ വിളിയെല്ലാം കഴിഞ്ഞു. എനിക്ക് നൈറ്റ് അവിടുത്തെ UK ടൈം, ഞാൻ UK-യിലാണ് ഡെലിവറി ആയത്. UK ടൈം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എനിക്കൊരു ചെറിയ പെയിൻ വന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി. അവരെന്നെ അഡ്മിറ്റ് ചെയ്തു. UK-യിൽ മെയ് 6 11:30 നൈറ്റിൽ എനിക്ക് മോളുണ്ടായി. ഇന്ത്യൻ ടൈം ആണെങ്കിൽ അത് മെയ് 7 വെളുപ്പിന് 4 മണിക്കാണ്. പക്ഷേ എൻ്റെ അമ്മ പ്രാർത്ഥിച്ച അതേ ഡേറ്റിൽ മെയ് 25 ഡേറ്റ് പറഞ്ഞ് എനിക്ക് മെയ് 6 തന്നെ എൻ്റെ മോളെ മാതാവ് എനിക്ക് തന്നു. അത് വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് വേറെ ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നു. അതുപോലെ അടുത്തതായി ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം UK-യിൽ വാങ്ങിക്കാനായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 5 വർഷമായി റെൻറ്റിനാണ് താമസിച്ചുകൊണ്ടിരുന്നത്.
പിന്നെ എൻ്റെ സഹോദരനും ഫാമിലിയും അവിടെയുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനും ഞങ്ങളോടൊപ്പം തന്നെ UK താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കണമെന്ന് വളരെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വീട് ഉണ്ടായിരുന്നു, റെൻറ്റിന് അന്വേഷിച്ചു എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ. പക്ഷേ റെൻറ്റിന് അങ്ങനെ നമുക്ക് ഇത്രയും പേരിൽ കൂടുതലൊന്നും നമുക്ക് വീട് കിട്ടില്ല. സഹോദരൻ 2 കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വീട് അങ്ങനെ കിട്ടാൻ പാടാണ്. ഫിനാൻഷ്യലി ഞങ്ങൾ ആ സമയത്ത് അത്ര വലിയ സ്റ്റേബിളൊന്നും ആയിരുന്നില്ല. പല ക്രൈസിസിൽ കൂടെ കടന്നു പോകുന്ന സമയമായിരുന്നെങ്കിൽ കൂടി മാതാവ് അത് ഞങ്ങൾക്ക് 3 ഫാമിലിക്കും താമസിക്കാൻ പറ്റുന്ന പോലെ 3 നിലയായിട്ടുള്ള ഒരു വീട് മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളെക്കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഒരു വീട് മാതാവ് ഞങ്ങൾക്ക് തന്നു. അത് എൻ്റെ ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു. അതുപോലെ ഞങ്ങൾ വീട് വാങ്ങിച്ചതിന് ശേഷം എൻ്റെ മാതാപിതാക്കന്മാരെ ഞങ്ങൾക്ക് UK കൊണ്ടുപോകാൻ സാധിച്ചു. അവർ എന്താ പറയുക, ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി സുഖമായിട്ട് വന്നു. 6 മാസത്തോളം ഞങ്ങളോടൊപ്പം നിന്നു. ഇവർ വന്നപ്പോൾ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ഒരു രൂപമാണ് ഞങ്ങൾക്ക് കൊണ്ടുവന്നത്. അത് ഞങ്ങൾ വീട്ടിൽ വെച്ചു, പ്രാർത്ഥിച്ചു. 2025 ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും വന്നു. 2025 സെപ്റ്റംബറിൽ ലാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ചെയ്തത്. എൻ്റെ ആദ്യത്തെ 5 മാസക്കാലം എൻ്റെ മാതാപിതാക്കൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ സ്നേഹവും ശുശ്രൂഷ അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യമില്ല. എനിക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്ത് മാതാവ് എന്നെ അവിടെ എത്തിച്ചു. ആ ഒരു അനുഗ്രഹവും മാതാവ് എനിക്ക് തന്നു. 8 വർഷമായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴും എല്ലാവരും പല രീതിയിൽ അറിയാമല്ലോ, കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നിന്നും വരുന്ന എന്താ പറയുക, നമ്മൾ കേൾക്കേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഞാനും ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർക്കത് മനസ്സിലാവില്ല, എന്നെ അറിയാവുന്നവർക്കറിയാം എനിക്ക് ഡിപ്രഷനുണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ ഹസ്ബൻഡാണത് അറിഞ്ഞതും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചതും. പക്ഷേ ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതൊക്കെ എനിക്ക് മാറിക്കിട്ടി. ഇപ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് കാണാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ ഈ നിയോഗങ്ങൾ സാധിച്ചതിലുപരി എനിക്ക് ഈ ഉടമ്പടിയിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് ആധ്യാത്മിക വളർച്ചയുണ്ടായി. ഞങ്ങൾക്ക് എന്ത് നെഗറ്റീവ് വന്നാലും അതെല്ലാം ഒന്നുമല്ല, ഞങ്ങളെ അതൊന്നും ബാധിക്കില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ കുട്ടിയും ഹസ്ബൻഡിൻ്റെ അനിയനും എൻ്റെ സഹോദരനും കുടുംബവും അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു സ്ഥലത്ത് ഒരു ഭവനത്തിൽ ജീവിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഇടയ്ക്ക് വന്നു പോകും. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നാട് വിട്ട് താമസിക്കുന്ന അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്താ പറയുക, സന്ധ്യാപ്രാർത്ഥന ചൊല്ലി നമ്മൾ നാട്ടിൽ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ തന്നെ അവിടെ ജീവിക്കാൻ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നതായിരുന്നു എൻ്റെ കുറച്ച് ഞാൻ ഒരാളെ സഹായിക്കാൻ കൊടുത്ത കുറച്ച് എൻ്റെ സ്വർണം പൈസ അതൊക്കെ നഷ്ടപ്പെട്ടു പോയായിരുന്നു. അത് 3 വർഷത്തിന് മുമ്പ് സംഭവിച്ചതാണ്. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കത് തിരികെ ലഭിച്ചു. അത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി എന്താ പറയുക, പൈസയുടെ ആവശ്യമുണ്ടായിരുന്ന സമയത്താണ് എനിക്ക് ആ പൈസയും അതെല്ലാം തിരികെ ലഭിച്ചത്. അതും മാതാവിൻ്റെ വലിയൊരു ഇടപെടലാണ്. നമുക്ക് കാശ് പോവും വരും കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷേ അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് കിട്ടുക എന്നതാണ്. അതാണ് ഉടമ്പടിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം ആ കിട്ടേണ്ട സമയത്ത് തന്നെയാണ് മാതാവ് നമുക്ക് തരുന്നത്. ഈ 8 വർഷക്കാലവും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാവാതിരിക്കുമ്പോൾ ആദ്യമൊക്കെ വിഷമിച്ചെങ്കിലും പിന്നീട് ഞങ്ങൾ സ്വയം ഓരോ കാരണങ്ങൾ പറഞ്ഞ് സമാധാനിക്കുമായിരുന്നു. ഇന്നത് സംഭവിക്കുക, അത് സംഭവിക്കുമായിരുന്നു, അതുകൊണ്ടാവാം നമുക്ക് നീണ്ടു പോയതെന്ന്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇതാണ് ഞങ്ങളുടെ ഏറ്റവും റൈറ്റ് സമയം. ആ കറക്റ്റ് സമയത്താണ് മാതാവ് ഞങ്ങൾക്ക് ഒരു മോളെ തന്നത്. സ്വന്തമായ ഒരു ഭവനം വാങ്ങി ജോലിയിൽ ഞങ്ങളവിടെ സെറ്റിലായി വരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞിനെ അറിയാമല്ലോ, അവിടെ ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും ജോലിക്ക് പോവാൻ പറ്റില്ല. ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഒരാൾ ലീവ് എടുക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ അതെല്ലാം ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ കുറച്ച് മുമ്പായിരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെക്കാൾ കൂടുതൽ മാതാവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാവാം ഇത്രയും നാളും ഞങ്ങൾ ലേറ്റായിട്ട് ഞങ്ങളുടെ ഏറ്റവും അനുയോജ്യമായ സമയത്ത് മാതാവ് ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തന്നത്. അതിന് ഞങ്ങൾ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു.
അതുപോലെ അവൾ ഉണ്ടായതിന് ശേഷം അവളുടെ കാര്യങ്ങളാണെങ്കിൽ എല്ലാം വളരെ ഫാസ്റ്റായിരുന്നു. അവളുടെ പേപ്പർ വർക്ക്, പാസ്പോർട്ട്, വിസ, എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കുകയും ഞാനും മോളും തനിച്ച് ആരുടെ ഹെൽപ്പില്ലാതെ നാട്ടിലേക്ക് വന്നു. ഞാൻ അവിടെ ഡെലിവറി ആയി 52ാമത്തെ ദിവസം ഞാനും എൻ്റെ മോളും നാട്ടിലെത്തി. ആദ്യമൊക്കെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാനും മോളും കൂടെ പോന്നു. ഒരു കുഴപ്പവുമില്ലാതെ അവൾ ഭയങ്കര കോപ്പറേറ്റ് ചെയ്തു. ഒരു പ്രശ്നങ്ങളുമില്ലാതെ എനിക്ക് 2 ഫ്ലൈറ്റ് കയറി ഇറങ്ങി 16 മണിക്കൂർ ഞാൻ ആ മോളുമായി യാത്ര ചെയ്തു നാട്ടിലെത്തി. അതിനുശേഷം കഴിഞ്ഞ ഫ്രൈഡേ ആണ് എൻ്റെ ഹസ്ബൻഡ് വന്നത്. ഇന്നലെ ഞങ്ങളുടെ മോളുടെ മാമോദിസയായിരുന്നു. അതും മാതാവിൻ്റെയും യേശുവിൻ്റെയും അനുഗ്രഹത്താൽ ഞങ്ങൾ ആഗ്രഹിച്ചതിലും പ്രതീക്ഷിച്ചതിലും വളരെ ഭംഗിയായി ദൈവികമായി തന്നെ ആ ചടങ്ങ് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇതെല്ലാം അനുഗ്രഹം തന്ന ദൈവത്തിന് നന്ദി പറയുന്നു. ഇതുകൂടാതെ ഞാനൊരു ഡയറി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡയറിയിൽ എനിക്ക് ഓരോ സമയവും കിട്ടുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഞാനിതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. ഞങ്ങളെക്കാളുപരി ഞാൻ ഈ പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടുന്നത് കണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളും ചുറ്റുമുള്ളവരും എല്ലാം ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞങ്ങളോട് പറയുമായിരുന്നു. അതെല്ലാം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്കെല്ലാം ഓരോരോ കാര്യങ്ങൾ നടന്ന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഈ ഡയറിയിൽ അതാത് സമയങ്ങളിൽ എഴുതി വയ്ക്കും. കാരണം അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതുമാതിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്കും ഞങ്ങളെ പ്രതി മറ്റുള്ളവർക്കും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാനിവിടെ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി ഞങ്ങൾക്ക് ഓരോ സമയം അറിയാമല്ലോ, ഓരോ എക്സാമുകളുണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച്. ആ എക്സാമുകളെല്ലാം തന്നെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അതുപോലെ ഞങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്ന എല്ലാവർക്കും ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ കൊടുത്തുവിടും. എക്സാമിന് പോകുമ്പോൾ കുറേ ഇവിടുന്ന് കാശ് രൂപങ്ങൾ മാതാവിൻ്റെ ലോക്കറ്റുകളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ എക്സാമിന് പോകുന്നവർക്ക് കൊടുത്തുവിടും. അങ്ങനെ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാവിനോട് ആശ്രയിച്ച് പ്രാർത്ഥിച്ച് എക്സാമിനും ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കും ഒക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ പാസ്സായി. അതെല്ലാം ഞാനിവിടെ പറയുന്നു. അതുപോലെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കും ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഒരുപാട് രോഗസൗഖ്യം, അത് ചെറുതു മുതൽ വലുത് വരെ രോഗസൗഖ്യങ്ങൾ ലഭിച്ചു. അതിനെല്ലാം യേശുവിനോട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായി ഞങ്ങൾ നാട്ടിൽ വന്നു പോകുമ്പോൾ ഇംഗ്ലീഷും മലയാളം പത്രം വാങ്ങിയിട്ട് പോകും. അവിടെ പള്ളികളിൽ കൊടുക്കും, ഇംഗ്ലീഷ് ചർച്ചിലും കൊടുക്കും, മലയാളം കമ്മ്യൂണിറ്റിയിലുള്ള ചർച്ചിലും കൊടുക്കും. അതുപോലെ ആരെങ്കിലുമൊക്കെ നാട്ടിൽ വന്ന് പോകുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും പത്രം മേടിച്ച് തന്ന് കൊടുത്തു വിടും. അപ്പം ഞങ്ങൾ അതനുസരിച്ച് കൊടുക്കും. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ അച്ഛൻ്റെ ടോക്കുകൾ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ടോക്കുകൾ കാണാറുണ്ട്, സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്, ചെയ്യുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ജോലിയുടെ ഭാഗമായി ഞാൻ പറഞ്ഞ പോലെ മെഡിക്കൽ ഫീൽഡിൽ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റാത്തപ്പോൾ സാമ്പത്തികമായിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കും. മാതാപിതാക്കൾക്ക് പൈസ ഇട്ട് കൊടുത്ത് എല്ലാ മാസവും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അവർ മെഡിക്കൽ കോളേജിൽ പോയി പൈസ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുപ്പിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അതുപോലെ ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ഒന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 4 വർഷത്തെ ഒരു മെഡിസിൻ കോഴ്സ് ഞങ്ങളെക്കൊണ്ട് ഒരു മോനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവൻ്റെ ആ 4 വർഷത്തെ കോഴ്സ് പൂർത്തീകരിച്ചു. അവനിപ്പം ട്രെയിനിയായി ഇൻറ്റേൺഷിപ്പിന് ജോലിക്ക് കയറി. അതെല്ലാം മാതാവ് ഞങ്ങളെക്കൊണ്ട് സാധിപ്പിച്ചതാണ്. അങ്ങനെ ചെറുതും വലുതുമായി ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് പറ്റുന്ന പോലെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിക്ക് ശേഷമാണ് അതിൻ്റെ ആ തീവ്രത, അതിൻ്റെ അനുഗ്രഹം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ ഞങ്ങളത് കൂടുതലായി ചെയ്യുന്നു. ഇതെല്ലാം ചെയ്യാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നു. അതിനെല്ലാം മാതാവിനും യേശുകുമാരനും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. അനറ്റ്, ഞാൻ അങ്കമാലി തുറവൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. 17/9/2023 ഞാനിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹം അമ്മ മാതാവ് തരാനായിട്ട് സാധിച്ചു. എൻ്റെ അണ്ടർ ആംസിൽ ഒരു ഹാർഡായിട്ടുള്ളൊരു പിമ്പിൾ പോലെ ഒരു ഇതുണ്ടായിരുന്നു. ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇത് നോർമൽ, ഇതാണ്, മെഡിസിൻ കഴിച്ചാൽ മാറിപ്പോകുന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഓരോ ദിവസം കൂടുന്നവരും ആ പിമ്പിൾ ഭയങ്കര ഹാർഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉടമ്പടിയിലായിരുന്നു. ആ സമയത്ത് എപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഏതു നേരം ഉടമ്പടി തൈലം നേർച്ച വസ്തുവായ ഉപ്പും
ആ പിമ്പിളിൽ പുരട്ടി മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ഏതു നേരം ചൊല്ലിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ അത് നോക്കിയ സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവെ അത് മെഴുകുപോലെ ഉരുകി പോകണം എന്നൊരു നിയോഗം വെച്ചാണ് ഞാൻ ഏതു നേരവും മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി തൈലവും ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടിയത്. ഒരു ദിവസം ഞാനത് നോക്കിയ സമയത്ത് അത് ശരിക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച പോലെ തന്നെ മെഴുകുപോലെ അത് മാതാവ് എനിക്ക് മാറ്റി തന്നു. അതിനുശേഷം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. 16 തവണയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യാവുന്ന സമയത്ത് മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപവും മാതാവിൻ്റെ നേർച്ച വസ്തുവായ ഉപ്പും ഉപയോഗിച്ചാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എക്സാം സെൻറ്റർ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഒരു പരിചയത്തിലുള്ള ഒരു ചേട്ടൻ വഴി എനിക്ക് ഡൽഹിയിൽ എക്സാമിന് ഡേറ്റ് കിട്ടി. അച്ഛനെ വന്ന് കാണാനും അച്ഛൻ്റെ അനുഗ്രഹം ലഭിക്കാനും സാധിച്ചു. അപ്പോൾ അച്ഛൻ തന്ന കാശ് രൂപം ഉപയോഗിച്ച് ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതാൻ പോയി. അച്ഛൻ തന്ന കാശ് രൂപം ഞാൻ ടേബിളിൽ വെച്ച് അതോടൊപ്പം തന്നെ നേർച്ചവസ്തുവായ ഉപ്പും ടേബിളിൽ ഇട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. 2 എക്സാമാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. അതിലൊരു എക്സാം നല്ല മാർക്കോട് കൂടി പാസ്സാവാനായിട്ട് എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും എക്സാമിന് ഡേറ്റ് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. മാതാവിൻ്റെ മുൻപിൽ ഏതു നേരം ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് തന്നെ ഏതു നേരം നിയോഗം വെച്ച് ഞാൻ എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ എപ്പോഴും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി മാതാവ് എനിക്ക് മുൻപിൽ ഡേറ്റ് എനിക്ക് കിട്ടി. ഞാൻ എക്സാം പോയി അറ്റൻഡ് ചെയ്തു. എപ്പോഴും എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാതാവിൻ്റെ കാശ് രൂപവും നേർച്ചവസ്തുവായ ഉപ്പും തൈലവും ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ടുവരുന്നു. സ്പീക്കിംഗ് ആയിരുന്നു എക്സാം വന്നത്. അപ്പോൾ ഞാൻ സ്പീക്കിംഗ് എക്സാം എപ്പോഴും അറ്റൻഡ് ചെയ്യുമ്പോൾ മാതാവിൻ്റെ തൈലവും ഉപ്പും നാവിൽ കുരിശടയാളം പുരട്ടി ഞാൻ എക്സാം അറ്റൻഡ് ചെയ്ത്. എക്സാം വളരെ എളുപ്പമായിരുന്നു. വീട്ടിൽ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ പിടിച്ച് ഞാൻ റിസൾട്ട് നോക്കി. പക്ഷേ എക്സാം പാസ്സായില്ല. ഞാൻ വളരെയധികം നിരാശപ്പെട്ടു. ഈ ജർമ്മൻ ഉപേക്ഷിച്ചാലോ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ അന്ന് വൈകുന്നേരം ഞാൻ കിടന്നുറങ്ങിയപ്പോൾ മാതാവ് സ്വപ്നത്തിൽ വന്ന് ഇനി എഴുതാൻ പോകുന്ന എക്സാം നീ പാസ്സാവുമെന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നതായിട്ട് മാതാവ് എന്നെ സ്വപ്നത്തിൽ കാണിച്ചു തന്നു. പിറ്റേ ദിവസം 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്, മാതാവ് സ്വപ്നം കാണിച്ചു തന്ന പോലെ ഇനിയുള്ള എക്സാം എനിക്ക് പാസ്സാവാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ട്രിവാൻഡ്രത്ത് ഡേറ്റ് കിട്ടി. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുകെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. റിസൾട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ വന്നു. മാതാവിൻ്റെ കാശുരൂപം കയ്യിലെടുത്ത് നേർച്ചവസ്തുവായ തൈലം ഫോണിൽ കുരിശടയാളം പുരട്ടി ഞാൻ എക്സാം റിസൾട്ട് നോക്കിയപ്പോൾ മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്ന പോലെ തന്നെ കൃത്യ മാർക്കോടുകൂടി പാസ്സാവാനായിട്ട് എനിക്ക് സാധിച്ചു. അപ്പം 3 മൊഡ്യൂള് കിട്ടിക്കഴിഞ്ഞാൽ പേപ്പർ വർക്ക് തുടങ്ങാമെന്ന് എനിക്കൊരു അറിവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഏജൻറ്റിൻ്റെയിൽ കൊടുത്തു. പക്ഷേ അത് ഭയങ്കര ലാഗും നീട്ടിക്കൊണ്ട് പോലായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കറിയില്ല ഏതാണ് സത്യം എന്നുള്ളതും ഏതാണ് തെറ്റെന്നുള്ളതും നീ എനിക്ക് കാണിച്ചു തരണം എന്ന് മാതാവിൻ്റെ മുമ്പിൽ എപ്പോഴും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് എനിക്ക് ശരിയെന്ന് കാണിച്ചു തന്നു. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ തിരിച്ച് വാങ്ങാനായിട്ടും അതോടൊപ്പം തന്നെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ അനുഗ്രഹമായിട്ട് വേറൊരു ചേട്ടൻ വന്ന് ജർമ്മൻ്റെ കാര്യം സംസാരിക്കുകയും നല്ലൊരു ഏജൻസിയിൽ എനിക്ക് കൊടുക്കുകയും മാതാവിൻ്റെ മുമ്പിൽ എപ്പോഴും ഇവിടെ വന്നാലും എനിക്ക് നല്ലൊരു ഏജൻസി കാണിച്ചു തരാനും പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂ പാസ്സായി പോകാനായിട്ട് സാധിക്കണമെന്ന് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് ഫെറട്രാഗ് കിട്ടുകയും ഈ അക്കോമഡേഷനും വിസയും കാര്യങ്ങളെല്ലാം ലഭിച്ച് ഒക്ടോബർ 1-ാം തീയതി പോകാനായിട്ടുള്ള അനുഗ്രഹം മാതാവിൽ നിന്ന് എനിക്ക് കിട്ടി. അതോടൊപ്പം തന്നെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും കുർബാനയോടുള്ള പങ്കാളിത്തം ഏറ്റവും കൂടാനായിട്ട് സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിങ്ങനെ പ്രായം ചെന്ന അമ്മമാരെ നോക്കാനും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കാനും കുളിപ്പിക്കാനായിട്ട് 3 മാസത്തോളം കൂടി പോയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ തന്നെ പത്രങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ട് കൊടുക്കാനും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലായിടത്തും എത്തിക്കാനായിട്ട് സാധിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോ പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിലേക്ക് എന്നെ ക്ഷണിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് അനീറ്റ വർഗീസ്. ഞാൻ വരുന്നത് നോർത്ത് പറവൂർ കൂട്ടുകാട് എന്ന സ്ഥലത്ത് നിന്നാണ്. ഞാൻ തിരുത്തിപ്പുറം സെൻറ്റ് ലൂയിസ് ചർച്ച് ഇടവാംഗമാണ്. നവംബർ
2022 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായതാണ് എൻ്റെ രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം ഞാൻ പറയുന്നത് എൻ്റെ മകൻ്റെ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യത്തിലൂടെ അമ്മയുടെ പ്രസൻസ് ഞാൻ വളരെ അനുഭവിച്ചതാണ്. അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും അത് കാര്യം സാധിച്ചില്ല. പക്ഷേ എൻ്റെ മകൻ ഉടമ്പടി എടുത്തതിലൂടെയാണ് അവന് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയത്. എൻ്റെ മകൻ്റെ പേര് റോഷൻ എന്നാണ്. അവൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എൻ്റെ പേര് റോഷൻ. ഞാൻ 2023 എൻ്റെ ഹോട്ടൽ മാനേജ് പഠനം പൂർത്തിയാക്കുന്നത്. അതിനുശേഷം എനിക്ക് വിദേശത്ത് ഉപരിപഠനത്തിന് പോകാനായിട്ട് വളരെയേറെ താല്പര്യമായിരുന്നു. അതിനുവേണ്ടി ഞാൻ IELTS പഠിക്കുകയും എന്നാൽ അതിന് ഓവറോൾ 6 ആണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സും ബാക്കി എല്ലാവരും പറഞ്ഞു ഇത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം, അതല്ലാതെ ഈ മാർക്ക് വെച്ച് നമുക്ക് വിദേശത്ത് പോകാൻ പോസിബിൾ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ അവസ്ഥയിൽ എനിക്ക് സാമ്പത്തികമായിട്ട് അതിന് തടസ്സമായിരുന്നു. കാരണം എൻ്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനാണ്, അമ്മ ഹൗസ് വൈഫാണ്. എനിക്ക് സാമ്പത്തികമായിട്ട് ആ സമയത്ത് അതിന് പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഈ സ്കോറുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അങ്ങനെ ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്തെങ്കിലും റിജക്ഷൻ ആയിരുന്നു എല്ലായിടത്തും കിട്ടിയിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഏജൻസി എനിക്ക് UK എന്നൊരു സ്ഥലം സജസ്റ്റ് ചെയ്തു. അവിടെ എനിക്ക് പറ്റാവുന്നൊരു കോഴ്സ് ഉണ്ടെന്നും അവിടെ അപ്ലൈ ചെയ്താൽ കിട്ടുമെന്നവർ പറഞ്ഞു. അങ്ങനെ അപ്പോൾ എനിക്ക് ആ സമയത്ത് എനിക്ക് UK എന്നൊരു ഓപ്ഷൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ അയർലൻഡ്, ബാക്കി യൂറോപ്യൻ കൺട്രീസ് അങ്ങനെയാണ് നോക്കിയിരുന്നത്. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു ഏജൻസി എനിക്ക് UK എന്നൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ മാതാവിനോടൊന്ന് പ്രാർത്ഥിച്ച് ചോദിക്കട്ടെ, എന്നിട്ട് നീ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പിറ്റേ ദിവസം പറഞ്ഞു, അമ്മ UK ആണ് എടുക്കാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ UK എന്നൊരു ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ ആ കോഴ്സിന് അപ്ലൈ ചെയ്യുകയും അതിന് ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഓഫർ ലെറ്ററിലെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ആയിരുന്നു. അങ്ങനെ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും പാസ്സാവുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഫീസ് അടക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യാനായിട്ട് SBI ബാങ്കിനെ സമീപിച്ചു. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേർക്ക് അറിയാൻ പറ്റും SBI ബാങ്കിലെ ഡോക്യുമെൻറ്റ് സബ്മിഷനും അതിനുള്ള പ്രൊസീജിയേഴ്സും. അങ്ങനെ അവർ പറഞ്ഞ രീതിക്കുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുകയും, പക്ഷേ അവരുടെ പ്രോസസ്സിങ് ഭയങ്കര ലാഗാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫീസ് അടക്കേണ്ട ഡേറ്റ് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം അഡ്വക്കേറ്റിന് അയച്ചു. അഡ്വക്കേറ്റ് ഒരു ദിവസം എനിക്ക് ഫോണിൽ ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ കുറേ ഡോക്യുമെൻറ്റ്സിൻ്റെ ലിസ്റ്റാണ്. ഞാൻ അങ്ങനെ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് അഡ്വക്കേറ്റ് അയച്ചതാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം ഹാജരാക്കിയാലേ നമുക്ക് ലീഗൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് ആധാരത്തിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറി മാറിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ബൗണ്ടറി മാറിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വസ്തു തന്നെ മാറിയെന്നാണ് അതിനർത്ഥം. അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ട് വളരെ പ്രയാസമാണെന്ന് അഡ്വക്കേറ്റിനും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇത് ക്ലിയർ ചെയ്തിട്ട് വന്നാലേ നമുക്ക് ലീഗൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞു. ഞങ്ങളത് ആ പേപ്പേഴ്സ് ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങി വളരെ നിരാശത്തോടെ ഈ ആധാരം എഴുതിയ ആളെ സമീപിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇത് ഒരു രീതിയിൽ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, കാരണം ഇത് വേറെ എന്തെങ്കിലും തിരുത്താണെങ്കിൽ നമുക്ക് റെഡിയാക്കാമായിരുന്നു, ഇതിപ്പോൾ ബൗണ്ടറി മാറിയതുകൊണ്ട് നമുക്കൊരു നിവൃത്തിയില്ലെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര വിഷമിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് അമ്മ അപ്പനോട് പറഞ്ഞു, അപ്പൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ടായിരുന്നു രജിസ്റ്റർ ഓഫീസിൽ. അപ്പോൾ അദ്ദേഹത്തോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അപ്പൻ ഫോണെടുത്ത് പുള്ളിയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ ആണ് തന്നത്, നമുക്കിത് ചെയ്യാം, കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം രജിസ്റ്റർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുകയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് മാറ്റി കിട്ടുകയും ബൗണ്ടറി എല്ലാം കറക്റ്റാക്കി പുതിയ തിരുത്താധാരം റെഡിയാവുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞങ്ങൾക്ക് തിരുത്തി കിട്ടിയപ്പോൾ ആധാരവിധം എന്ന അവിടുത്തെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കൂടെ എന്തോ വലിയ ശക്തിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പോസിബിൾ അല്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇത് പണ്ട് പുള്ളിയുടെ ക്ലയൻറ്റിനെ ഇങ്ങനെ തിരുത്തി കിട്ടിയിട്ടുള്ളൂ, അല്ലാത്ത പക്ഷേ ഇത് പോസിബിൾ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിതായിട്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചെല്ലുകയും ഇത്തിരി വൈകിയാണെങ്കിലും ലീഗലെല്ലാം കംപ്ലീറ്റ് ആക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങൾ ലീഗലായിട്ടുള്ള ഡോക്യുമെൻ്റായിട്ട് ബാങ്കിൽ ചെല്ലുകയും
അപ്പോൾ ബാങ്ക് പറഞ്ഞു, അപ്പോൾ എൻ്റെ ഫീസ് അടക്കാനുള്ള ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം ഒരു 3 ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പോൾ ബാങ്ക് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലൈസ് ചെയ്തൊരു എമൗണ്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഫീസ് അടക്കണേൻ്റെ തലേ ദിവസം അവർ നമ്മളോടൊരു എമൗണ്ട് പറഞ്ഞു. പക്ഷെ അത് ഞങ്ങൾക്ക് തികയില്ലായിരുന്നു ഫീസ് അടക്കാനായിട്ട്. നമുക്ക് ഒരു കാര്യത്തിനും തികയില്ലായിരുന്നു. കൂടാതെ ഞാൻ എൻ്റെ ഡിഗ്രി പഠനത്തിന് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി കംപ്ലീറ്റ് ചെയ്യണം, അതുകൂടി അടച്ചു തീർത്ത് അല്ലെ ഈ ലോൺ സാങ്ഷൻ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾക്ക് വളരെ വിഷമമായി. ഒന്നിനും പറ്റാത്തൊരു രീതിയിൽ ഞങ്ങൾ പിന്നെ ആ ലോൺ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ആ ലോൺ ഉപേക്ഷിക്കുകയും അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അപ്പം പറഞ്ഞു ഇനി നമുക്ക് ഈ പഠനം അങ്ങനെ നോക്കണ്ട, എന്തെങ്കിലും ജോലി അങ്ങനെ ആയിട്ട് മുന്നോട്ട് പോകാം, ഇത് നമുക്ക് ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് മാതാവ് പറഞ്ഞതാണ് ഈ UK എന്നുള്ള സ്ഥലം, മാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിർബന്ധിക്കുന്നില്ല, നിനക്ക് പറ്റുക വെച്ചാൽ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭയവും ഉത്കണ്ഠയൊക്കെ ആയിരുന്നു. കാരണം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നിബന്ധനകൾ തെറ്റിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുകയെന്ന് എനിക്കൊരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് അതിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ എനിക്ക് അത്ര ആക്റ്റീവായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ കുടുംബ പ്രാർത്ഥനകളിലും മുടക്കം വരുത്തുകയും കൂടാതെ ബൈബിൾ വായനയൊക്കെ എനിക്ക് കുറവായിരുന്നു. പിന്നെ എനിക്ക് പത്രം കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ആളുകൾ എങ്ങനെ വിചാരിക്കും, ആളുകൾ എന്തെങ്കിലും പറയുമോ, അങ്ങനെയുള്ളൊരു ആകുലത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ ആ ബാങ്കിൽ നിന്ന് ലോൺ ഉപേക്ഷിച്ച് വേറെ ബാങ്കിൽ ലോൺ കൊണ്ട് അപ്ലൈ ചെയ്തപ്പോഴും അവർ നമുക്കും ഒരു കുറഞ്ഞ എമൗണ്ടാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ എനിക്ക് പുതുക്കാനുള്ള ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു ഉടമ്പടിയുടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ പറ്റില്ല, കാരണം ഇതിൽ നല്ല ഞാൻ ഉടമ്പടി എടുക്കാതിരിക്കണമായിരുന്നു. അങ്ങനെ വിചാരിച്ച് ഞാൻ പറഞ്ഞു ഇനി പുതുക്കൽ കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടിയിൽ വളരെ ആക്റ്റീവായിട്ട് ജീവിക്കുന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തിട്ടാണ് ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നത്. ഉടമ്പടി പുതുക്കി ഞാൻ ഒരു കെട്ട് പത്രം കൊടുത്തിരുന്ന ആൾ ഞാൻ 2 കെട്ട് പത്രം കൊടുക്കാൻ തുടങ്ങുകയും പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കുമായിരുന്നു. അതും കൂടാതെ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ അമ്മ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെയുള്ള ആൾക്കാരെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അമ്മയുടെ കൂടെ പോയി ഞാനും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. കുളിപ്പിക്കാനും അവർക്ക് വേണ്ടി ഷേവ് ചെയ്ത് കൊടുക്കാനും നഖം വെട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അതോടുകൂടി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. കാരണം നമ്മൾക്ക് വളരെ കുറവ് പറഞ്ഞാൽ ബാങ്ക് കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ തരാമെന്ന് പറയുകയും അതുകൂടാതെ അപ്പോൾ ഞങ്ങൾ ആ എമൗണ്ട് എന്തായാലും വാങ്ങാം എന്നുള്ളൊരു രീതിയിലെത്തി. കാരണം ആ എമൗണ്ട് ഞങ്ങൾക്ക് പോരായിരുന്നു. ഒരു 8 ലക്ഷം 10 ലക്ഷം ആ റേഞ്ചിൽ ഞങ്ങൾക്ക് ഇനിയും അധികം എമൗണ്ട് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ എമൗണ്ട് വാങ്ങാം, എന്തെന്നാലും ആ എമൗണ്ട് വാങ്ങാം, ബാക്കി നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാന്നുള്ള രീതിയിൽ ആ എമൗണ്ട് വാങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല ഇനിയുള്ള ബാക്കിയുള്ള എമൗണ്ട് എങ്ങനെ സംഘടിപ്പിക്കും എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും അതുമായിട്ട് മുന്നോട്ട് പോകാം, മാതാവ് ഒരു വഴി കാണിച്ചു തരും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. പിന്നെ എനിക്കറിയില്ല എങ്ങനെ ആ എമൗണ്ട്, ഇപ്പോഴും എനിക്കറിയില്ല എങ്ങനെ ആ എമൗണ്ട് എനിക്ക് കിട്ടിയതെന്ന്. എനിക്കൊരു 11 ലക്ഷത്തോളം രൂപ അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെയോ എനിക്കറിയില്ല. എൻ്റെ റിലേറ്റീവ്സ് സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ എമൗണ്ട് അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഇത് ഇരട്ടിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ എമൗണ്ട് വർദ്ധിച്ചു വരുന്നു, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ആവശ്യമായ എമൗണ്ട് ലഭിക്കുകയും അതുകൂടാതെ എനിക്കൊരു ചിട്ടി ലഭിക്കുകയും ചെയ്തു. അതുകൂടാതെ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് മാതാവിനെ കിട്ടുകയും അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം കൂടി ലഭിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടുകയും അതിനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് പകുതി പേയ്മെൻറ്റാണ് അടക്കേണ്ടിയിരുന്നത്, ബാക്കി എൻറോൾമെൻറ്റ് സമയത്താണ് അടക്കേണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ആ സ്ഥാനത്ത് എനിക്ക് മുഴുവൻ എമൗണ്ട് അടക്കാൻ സാധിക്കുകയും എനിക്ക് 1-ാം തീയതി വിസ വന്നു. ഞാൻ ഈ മാസം 17-ാം തീയതി UK പോവുകയാണ്. ഇത്രം വലിയ അനുഗ്രഹം നേടിത്തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനകോടി നന്ദി അർപ്പിക്കുന്നു. കൂടാതെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്നുള്ള രീതിയിൽ എനിക്ക് ഷോൾഡറിനൊരു പെയിൻ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 മാസത്തോളമായി ആ വേദന വന്നും പോയി കൊണ്ടിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് കുറേ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കാണിച്ചെങ്കിലും അവർക്കൊന്നും ഒരു കൃത്യമായൊരു മറുപടി തരാൻ സാധിച്ചില്ല. അവർ തൽക്കാല ആശ്വാസത്തിനുള്ള പെയിൻ കില്ലറാണ് തന്നിരുന്നത്. അപ്പോൾ നമ്മളത് കഴിക്കുകയും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ഈ വേദന അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ചെയ്തതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ ആ വേദന പൂർണ്ണമായി മാറി കിട്ടിയിരിക്കുകയാണ്. ഇത്രയും വലിയ അനുഗ്രഹം നേടിത്തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനകോടി നിർമ്മിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു.
എനിക്ക് എൻ്റെ ഈ പഠനത്തിനായിട്ട് ഒരു ചിട്ടി കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ആ ചിട്ടി എന്ന് വിളിക്കാൻ പോയാലും കിട്ടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏപ്രിൽ മാസത്തിൽ പുതുക്കാൻ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അടുത്ത മാസം എനിക്ക് ചിട്ടി പിടിക്കുമ്പോൾ എന്തായാലും എനിക്ക് കിട്ടണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ മെയ് മാസത്തിൽ ചിട്ടി എനിക്ക് തന്നെ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞല്ലോ ഒരുപാട് പൈസ ഞങ്ങളുടെ കയ്യിൽ വന്നെന്ന്. നമുക്കറിയാൻ പാടില്ല അമ്മയുടെ പ്രസൻസ്. അമ്മ ഇന്നയാളോട് ചോദിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ആ വ്യക്തി നമുക്ക് തരികയാണ്. എങ്ങനെയാണ് 24 ലക്ഷം രൂപയോളം എൻ്റെ കയ്യിൽ വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് അമ്മയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പത്രമാധ്യമം ഒരു ഘട്ടമൊക്കെയാണ് വാങ്ങിച്ചിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി തടസ്സമുള്ള കാര്യങ്ങൾ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാരുണ്യപ്രവൃത്തി ആയാലും പ്രേക്ഷിത പ്രവർത്തനമായാലും അത് ഡബിളാക്കണം, എന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. ഞാൻ എൻ്റെ പത്രത്തിൻ്റെ കട്ടുകൾ കൂട്ടി ഞാൻ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും പിന്നെ ഞാൻ സ്ഥിരം കൊടുക്കുന്ന കുറേ പേരുണ്ട്. അവർക്കൊക്കെ ഞാൻ പത്രം എന്നും എല്ലാ മാസവും വാങ്ങിച്ചുകൊണ്ടേ കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അസിസി ഭവൻ ഞങ്ങളുടെ അടുത്ത് പുത്തമ്പേരിക്കലുള്ളതാണ്. അവിടെ ചെന്ന് രോഗികളെ കുളിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം കാരുണ്യ പ്രവൃത്തികളാക്കി. ബുധനാഴ്ച ദിവസങ്ങളിൽ ഞാൻ അസിസിയിൽ പോകും. ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ പൊതിച്ചോറുണ്ടാക്കി ഞാൻ ഹോസ്പിറ്റലുകളിൽ ഇവൻ്റെ കയ്യിൽ കൊടുത്തയക്കും. എന്ന് വെച്ചാൽ ഞാൻ 5 പൊതിയൊക്കെ കൊടുക്കാറുള്ളൂ, അതിൽ കൂടുതൽ ഞാൻ കൊടുക്കാറില്ല. ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ അമ്മയുടെ ഉപ്പിട്ട് പോയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കണത്, അമ്മേ ഇത് ഭക്ഷിക്കുന്നവർക്ക് ശരീരത്തിൽ സൗഖ്യവും മനസ്സിന് സന്തോഷവും കിട്ടണം, കൊടുക്കുന്ന എനിക്കും സന്തോഷം കിട്ടണം. അല്ലാതെ നമ്മൾ വിഷമിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. അവർക്ക് കൊടുക്കുന്നത് ഭക്ഷണം നല്ലതുമായിരിക്കണം. അതുപോലെ ഞാൻ തിരുവോണത്തിനന്ന് ഞാൻ ഇതുപോലെ 5 പൊതി ഭക്ഷണം കൊടുത്ത് അത് പായസവും എല്ലാം കൂട്ടിയിട്ട് തന്നെയാണ് കൊടുത്തത്. നമ്മളും ഒരു ഓണാഘോഷിക്കുമ്പോൾ അവിടെ ആശുപത്രിയിൽ വീട്ടിൽ പോകാൻ കഴിയാതെ എല്ലാ മക്കളും അതുപോലെ കഴിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ കൊടുത്തത്. അതുപോലെ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിലും ഒരുപാട് മാറ്റം വന്ന്. ആദ്യമൊന്നും ഞാൻ അങ്ങനെ നമ്മൾ വീട് സാധാരണ കുടുംബ പ്രാർത്ഥന അങ്ങനെയൊക്കെ ചൊല്ലുന്ന രീതിയായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ കൊന്ത ഞാൻ താഴ്ത്തു വെക്കാറില്ല. എവിടെ പോയാലും ഒരു നന്മ നിറഞ്ഞൊരു ചൊല്ലിയാൽ മതി, എനിക്ക് അത് വേണം. അല്ലാണ്ട് എനിക്ക് ഒരു ഭയങ്കര അസ്വസ്ഥതയാണ്. അതുപോലെ എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്ന്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിന് തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി